ഡോറാ, നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? നമ്മളിന്ന് വീട്ടിലായതുകൊണ്ട് തന്നെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായി ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് അങ്ങോട്ട് മൊത്തം ഫുൾ അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം. അതിനുവേണ്ടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് അതിനകത്തിടണം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതിന് മുമ്പായിട്ട് തേങ്ങാക്കൊത്തിട്ട് വറക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടത് ഒന്ന് വറുത്തെടുക്കണം. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും ഉണ്ടാക്കി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷേ വീട്ടിലിരുന്നപ്പോൾ ചുമ്മാതെ ബീഫ് മേടിച്ച് കറി വെച്ച് വന്നപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തേങ്ങാക്കൊത്തെല്ലാം നല്ല വറന്നതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സബോള അതിനകത്ത് ആഡ് ചെയ്യാം. സബോള ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. സബോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. സബോള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സബോളയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മീറ്റ് മസാല ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. നമ്മൾ ബീഫ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലിട്ട് വിസിലടുപ്പിച്ച് നേരത്തെ തന്നെ 4 വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ മസാലയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കി അതെല്ലാം കൂടിയിട്ടാണ് ബീഫ് വേവിച്ചത്. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിലേക്ക് കറിവേപ്പില, വാഴയില എല്ലാം കൂടി ഇടുക. എല്ലാം കൂടിയിട്ടൊന്ന് മൂടി വെച്ചത് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാണ് നമ്മളുണ്ടാക്കി ബീഫ് വരട്ടിയത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.